ഏറ്റവും വലിയ ടെലിവിഷൻ നെറ്റ്വർക്കായ BBC ചാനലിന്റെ റേഡിയോ വിഭാഗത്തിന്റെ അനുദിന ചിന്തയിൽ ഫ്രാൻസിസ് പാപ്പയുടെ അപ്രതീക്ഷിത സന്ദേശം. ഇക്കഴിഞ്ഞ ദിവസം അനുദിന ചിന്ത എന്ന പരിപാടിയിൽ ഫ്രാൻസിസ് പാപ്പ തന്റെ ചിന്തകൾ പങ്കുവെക്കുകയായിരുന്നു. കത്തോലിക്കരല്ലാത്ത നിരവധി പ്രമുഖർ ഈ പരിപാടിയിൽ സന്ദേശം പങ്കുവച്ചിട്ടുണ്ടെങ്കിലും മാർപ്പാപ്പയുടെ സ്വന്തം ശബ്ദത്തിൽ അനുദിന ചിന്ത വന്നപ്പോൾ പലരെയും അമ്പരപ്പിച്ചുവെന്ന് കാത്തലിക് ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തു. ഡിസംബർ 28-ന് പ്രോഗ്രാമിന്റെ ഗസ്റ്റ് എഡിറ്ററാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുദിന സന്ദേശം നൽകുവാൻ ക്ഷണിച്ചത്. അരനൂറ്റാണ്ടു മുൻപ് വനിതകൾ വാഹനമോടിക്കുന്നത് അത്ഭുതമായ കാലത്ത് ആംബുലൻസ് ഓടിക്കുവാൻ ബാഡ്ജ് നേടിയ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സിസ്റ്റർ ഫ്രാൻസിസ് വിടവാങ്ങി. 74 വയസ്സായിരുന്നു. പട്ടുവം ദീനസേവന സന്യാസ സമൂഹാംഗമായ സിസ്റ്റർ ഫ്രാൻസിസ് 49 വർഷങ്ങൾക്ക് മുൻപാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയത്. ദീനസേവന സമൂഹത്തിന്റെ അനാഥാലയത്തിലെ അസുഖബാധിതരായ കുട്ടികളെ ആശുപത്രിയിലെത്തിക്കുവാൻ ആംബുലൻസ് ഓടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്നതിന് സിസ്റ്ററെ പ്രേരിപ്പിച്ചത്. പുതുവർഷം ആരംഭിക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലോകത്തെമ്പാടും കൊല്ലപ്പെട്ട കത്തോലിക്ക മിഷണറിമാരുടെ എണ്ണം പുറത്തുവിട്ട് പൊന്തിഫിക്കൽ വാർത്താ ഏജൻസിയായ ഏജൻസിയ ഫിഡസ്. കണക്കുകൾ പ്രകാരം 8 വൈദികരും 5 അൽമായരും ഉൾപ്പെടെ 13 കത്തോലിക്ക മിഷണറിമാർ ലോകത്തെമ്പാടും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത്. ഈ വർഷവും ആഫ്രിക്കയിലും അമേരിക്കയിലുമാണ് ഏറ്റവും കൂടുതൽ അജപാലന ശുശ്രൂഷകർ കൊല്ലപ്പെട്ടത്. 2 ഭൂഖണ്ഡങ്ങളിലും 5 പേർ വീതമാണ് കൊല്ലപ്പെട്ടതെന്നും കണക്കുകളിൽ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കൊല്ലപ്പെട്ട 5 കത്തോലിക്ക മിഷണറിമാരിൽ ഓരോരുത്തർ വീതം കൊളംബിയ, ഇക്വഡോർ, മെക്സിക്കോ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും 600 വർഷത്തിനു ശേഷം സ്ഥാനമൊഴിഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പയുമായ എമിരറ്റസ് ബെനഡിക്ട് 16-വൻ മാർപ്പാപ്പ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 2 വർഷം. 2022 ഡിസംബർ 31-ന് തന്റെ 95-ാമത്തെ വയസ്സിലാണ് ആധുനിക കാലത്തെ തിരുസഭ കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ ബെനഡിക്ട് പാപ്പ സ്വർഗീയ സമ്മാനത്തിന് വിളിക്കപ്പെട്ടത്. അന്നേ ദിവസം പ്രാദേശിക സമയം രാവിലെ 9:34-നാണ് പാപ്പ അന്തരിച്ചതെന്ന് വത്തിക്കാൻ പ്രസ്താവനയിൽ അറിയിച്ചു. ദിവംഗതനാകുന്നതിന് മുൻപ് ഡിസംബർ 28-ന് ആശ്രമത്തിൽ പാപ്പയെ സഹായിക്കുന്ന സമർപ്പിതരുടെ സാന്നിധ്യത്തിൽ പാപ്പ രോഗിലേപനം സ്വീകരിച്ചുവെന്ന് വത്തിക്കാൻ വക്താവ് മാത്യു ബ്രൂണി വ്യക്തമാക്കിയിരുന്നു. വിശുദ്ധ നാട്ടിൽ 2025-ലെ ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ച കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബെല്ല ഡിസംബർ 29-ന് നസ്രത്തിലെ അനൗൺസിയേഷൻ ബസിലിക്കയിലേക്ക് ജൂബിലിയെ പ്രതിനിധീകരിക്കുന്ന കുരിശുമായി പ്രവേശിച്ചതോടെ ജൂബിലി വർഷത്തിന് തുടക്കമായി. ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് എന്ന നിലയിൽ കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബെല്ല ഇസ്രായേൽ, പാലസ്തീൻ പ്രദേശങ്ങൾ, ജോർദാൻ, സൈപ്രസ് എന്നിവ ഉൾപ്പെടുന്ന തന്റെ രൂപതയിൽ വിശുദ്ധ വർഷം ഉദ്ഘാടനം ചെയ്തു. 11 മെത്രാന്മാരും പ്രധാന മേലധ്യക്ഷന്മാരും രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം 150 വൈദികരും അടങ്ങുന്ന സംഘമാണ് പാത്രിയാർക്കീസിനെ അനുഗമിച്ച ബസിലിക്കയിലേക്ക് പ്രവേശിച്ചത്.